അപ്പോൾ ഇന്ന് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും എല്ലാവരും അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ റിക്വസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നാണ് ഗിൽഡിക്കോണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടെണ്ണത്തിന് ഞാൻ സ്റ്റാർ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. സംഭവം അവന്മാരെ വിഷ് ലിസ്റ്റിൽ ഞാൻ എൻ്റെ ഡയമണ്ട് കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റിയ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. ഇനിയും കുറേ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ കുറേ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതെന്ത് സംഭവം എനിക്ക് പേരോടൊന്നും അറിയണില്ല ഗൈസ്. നിങ്ങൾ പേര് കൃത്യമായിട്ട് പറയണമെന്നില്ല. അതെന്താ തോന്നിയ പേരൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ കമൻറ്റ് വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഉണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം അക്സെപ്റ്റ് ആക്കുന്നതായിരിക്കും. ഇനി വല്ല ബംഗാളിലും നാളൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കയറി കിടക്കേ. ഞാൻ മൊത്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ആക്കാനാണ്. എൻ്റെ മെയിൻ ചാനലിലത്തെ ഫ്രണ്ട് ലിസ്റ്റ് ഓൾറെഡി മെയിൻ അക്കൗണ്ടിലത്തെ ഫ്രണ്ട് ലിസ്റ്റ് ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ഫുള്ളാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഐ ഡി നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചാൽ വിചാരിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ഐ ഡി. ഇതിൽ റിക്വസ്റ്റ് ആയിട്ട് കാര്യമില്ല, അതിൽ ഫുള്ളാണ്. ഞാൻ 100 സ്ലോട്ട് അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു തോന്നുന്നു മറ്റേ പ്രൈമിൻ്റെ. അപ്പോൾ വേണ്ടവർക്ക് ഇതിലേക്ക് റിക്വസ്റ്റ് അയക്കാം. ഞാൻ ഇതിൽ റിക്വസ്റ്റ് അയച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഞാൻ അതിലാണ് ആക്റ്റീവ് ആവുക. പക്ഷേ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഗിഫ്റ്റുകളൊക്കെ വരാം. ഇതിൻ്റെ ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ട, ഇത് ഞാൻ അധികം കളിക്കാത്ത അക്കൗണ്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഉണ്ടാക്കുമ്പോൾ 500 എത്ര ഡയമണ്ട് ആയിരുന്നു. ഞാൻ പിന്നെയും പോയിട്ടൊരു വീക്കിലി നല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീക്കിലി ലേറ്റ് കിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി ഉമ്മമാർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. പിന്നെ പുതിയ ബ്ലൂ വാളിൻ്റെ ഒരു റോയലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര പേര് കളിക്കുന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിൽ മെയിനായിട്ടുള്ളത് ഈ വയലറ്റ് സാധനം തോന്നുന്നു. അപ്പോൾ പിന്നെ ഏതാണ്ടൊക്കെയാണ്. പിന്നെ ഈ നീല സാധനം റയർ ആയിരുന്നു കേസ്. ഇപ്പോൾ അവന്മാർക്ക് കോളനി ആക്കി. കുറേ ഓൾഡ് പ്ലേയേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു മെക്കാനിസം വെക്കാൻ പോകുന്നു കേസ്. സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ എൻ്റെ ഐ ഡിക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കാണാനൊക്കെ ഇടുക. ആ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുന്നതിൻ്റെ പകരം നിങ്ങൾ പേരും ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളെ ഈ അക്കൗണ്ടിൻ്റെ പേരെന്താണെന്ന് ജസ്റ്റ് പറയാം. ഇനി നമ്മൾ ഒറ്റയടിക്ക് ഫ്രണ്ട് ആക്കല്ലേ കേസ് നമ്മൾ ചെയ്യുക. ഞാൻ ഇനി നമ്മളെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഉണ്ടല്ല, ആ കമൻറ്റിലത്തെ ആളെ ഫ്രണ്ട് ആക്കിയിട്ട് അവനക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ വിഷ് ലിസ്റ്റിൽ നിന്ന് ഒരു സംഭവം റയർ ആയിട്ടുള്ള സംഭവം നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. റയർ എന്ന് വെച്ചാൽ എൻ്റെ ഡയമണ്ടിനുള്ള സംഭവം വെച്ചാൽ ഞാൻ അവനക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ ഒരു ഇത് വെക്കാമായിരുന്നു. അപ്പോൾ നമുക്കത് നോക്കാം ഗൈസ്. പിന്നെ മെമ്പർഷിപ്പ് എടുക്കേണ്ടവർക്കൊക്കെ എടുക്കട്ടെ. നമ്മുടെ ചാനലിൽ 30 റുപ്പീസിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്. അത് എടുക്കണവർക്ക് ഞാൻ എന്തായാലും ലെവൽ പാസ് എടുക്കാത്ത അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ ലെവൽ പാസ് എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് എന്തായാലും സ്പിന്നാക്കി അവനക്ക് എടുത്തു കൊടുക്കും. അങ്ങനത്തെ സംഭവം ഉണ്ട്. വേണ്ടവർക്ക് അത് എടുക്കാം. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിന് ഞാൻ സ്റ്റാർ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ മറന്നു പോകാണ്ടിരിക്കാനാണ്. ഫസ്റ്റ് ഇവൻ്റെ ഇവൻ്റെ വിഷ് ലിസ്റ്റിൽ രണ്ടാൾ വിഷ് ലിസ്റ്റിൽ ഞാൻ എൻ്റെ ഡയമണ്ട് കൊണ്ട് അയച്ചെടുക്കാൻ പറ്റിയ സംഭവം കണ്ടിരുന്നു. നമുക്ക് എന്തായാലും ഇവൻ്റെ വിഷ് ലിസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഇവ ഇപ്പോൾ പക്ഷേ ബൂയാ പാസ് എടുത്തിട്ടുണ്ട് തോന്നുന്നു. അതിലത്തെ ഫീമെയിൽ ബണ്ടിലല്ലേ ഗൈസ് ഇത്? ഓർമ്മയില്ല തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കി വെക്കാം എൻ്റെ വിഷ് ലിസ്റ്റ്. വിഷ് ലിസ്റ്റിൽ കാര്യമായിട്ടുള്ള സാധനങ്ങളായാലോ ഞാൻ ഇന്നലെ കണ്ടല്ലോ. നോക്കിയൊക്കെ നമുക്ക് അടിയിലോട്ട് പോയാൽ കിട്ടിയിരിക്കും. പിന്നെ ഈ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി ഇതൊക്കെ എന്തിനാണ്? പിന്നെ ഈ 3 വോൾക്ക് ഇമോട്ട് ഇത് പിന്നെ ഇന്നലെ നമ്മൾ മൂഞ്ചിപ്പിച്ചാണ് കയറിയില്ല. ഗിഫ്റ്റ് അയക്കാനൊന്നും പറ്റൂല. അങ്ങനെ നോക്കി വെക്കാം. എടാ ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇത് വരെ വെച്ചാൽ അടിപൊളിയായിരിക്കൂലേ. ഇത് വരെ വെച്ചാൽ ഞാൻ എന്തായാലും സ്പിൻ ചെയ്തെടുക്കും. ഞാനൊക്കെ സ്പിൻ ചെയ്തെടുക്കും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഈ ഇമോട്ട് ഉണ്ട്. ഇത് ഗിഫ്റ്റ് അയക്കാൻ പറ്റില്ല. ഇതൊക്കെ ഗിഫ്റ്റ് അയക്കാൻ പറ്റില്ല ഗൈസ്. ഇതേത് ഇമോട്ട്? ഇത് ഗിഫ്റ്റ് അയക്കാൻ പറ്റുമോ? നോക്കേണ്ടി വരും. ഉണ്ടെങ്കിൽ ഞാൻ ഇവനക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കൂട്ടെ. ഇത് ഞാൻ നോക്കണം. ഇനി മറ്റവൻ്റെയിലും കയറി ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഗിഫ്റ്റ് അയച്ചെടുക്കാൻ പറ്റിയതിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമല്ലോ, ഗിഫ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. പക്ഷെ ഇത് കാണിക്കുന്നില്ല. നോക്കിയൊക്കെ നമുക്ക് എന്തായാലും ഈ ഇമോട്ട് സ്റ്റോറിൽ ഞാൻ കണ്ട പോലെ ഉണ്ട്. അത് ഞാൻ സ്റ്റോറിൽ കണ്ട പോലെ ഉണ്ട്. നോക്കിയോട്ടെ. ഇനി ഇവന് ഇവിടെ കട്ടെ. നമുക്ക് ഏതാണ്? പ്രൈം ഫിയറാ? ഓക്കെ, ഇവൻ്റെ ഗിൽഡ് ഏതാ? നരസിംഹം. ഓക്കെ, ഇടില്ലല്ലോ. സെക്കൻഡ് സീനാണ് തോന്നുന്നു. ഇവന് ഈ ബുയാ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്രാവശ്യത്തെ ബുയാ പാസ് എടുക്കണം കൈസ്. എല്ലാവരും എടുത്തിട്ടുണ്ട്. എൻ്റെ ലെവലും മെയിൻ അക്കൗണ്ടിൻ്റെ ലെവൽ ഫുൾ ആയിട്ടില്ല കൈസ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ്റെ വിഷ് ലിസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ നോക്കാം. ഉണ്ടെങ്കിൽ ഇവനക്കും രണ്ടാൾക്കൊന്നും അയച്ചു കൊടുക്കില്ല കൈസ്. അത് വേറെ കാര്യം. ഇവൻ്റെയിലും ഉണ്ട് കൈസ് ഈ സാധനം. പിന്നെ എന്ത് ചെയ്യും? രണ്ടാൾക്കും അയച്ചെടുക്കാനുള്ള ഡയമണ്ടിൻ്റെ ഒക്കെ ഇല്ല. നമുക്ക് മറ്റേ ഞാൻ ആദ്യം നോക്കിയത് ഇവൻ്റെ അക്കൗണ്ടല്ലേ, മറ്റവൻ്റെ ഏതാണ്? റിയൽ റിത്തു. അപ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്ത് നോക്കാം. സംഭവം എന്താ വെച്ചാൽ ഫസ്റ്റ് ഓൻ്റെ അക്കൗണ്ടല്ലേ നോക്കിയത്. ഓൻ്റെ അക്കൗണ്ടിൽ നോക്കിയിട്ട് പിന്നെ മറ്റവനക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് ഓനക്കൊരു വിഷമാവേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ മറ്റവനക്ക് ഞാൻ അയച്ചു കൊടുക്കും. അവന് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ, കൂടുതൽ ലൈക്ക് നേടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ ഓനക്ക് അയച്ചു കൊടുക്കും. അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് ഫോണാകെ ലേഗാവാണ്. എന്താ അറിയില്ല. നമുക്ക് എന്തായാലും കളക്ഷനിലല്ലേ ഇമോട്ട്? ഈ ഇമോട്ടല്ലേ ഗൈസ്? നമുക്ക്
ആർക്കാണ് ഗൈസ് എന്തായിരുന്നു അവൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ റിയൽ റിത്തോ അല്ലേ? ഇതന്നെയല്ലേ ഇമോട്ട് ഗൈസ്? ഇതന്നെയല്ലേ? എന്തായാലും നമ്മൾ അവനക്ക് അയച്ചു കൊടുക്കുകയാണ് ഗൈസ്, അവനക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇവൻ നമ്മളെ സബ്സ്ക്രൈബർ ആണോ ഗൈസ്? നോക്കട്ടെ ഞാൻ എന്തായാലും ഇവൻ്റെ ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കട്ടെ. ഓക്കെ നമ്മളെന്തായാലും എനിക്ക് ഇത് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും മച്ചാനെ ഹാപ്പി ആവും, നമ്മളെന്തായാലും അയച്ചു കൊടുത്തിട്ടുണ്ട്. പോട്ടറ ഇനി അടുത്ത വീഡിയോയിൽ ഗൈസ് ഇനി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നിട്ട് വിഷമിച്ചിരിക്കൊന്നും വേണ്ട. നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ പറഞ്ഞല്ലേ, ഈ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ട് കൂടുതൽ കമൻറ്റിൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇന്ത്യ 400 ഡയമണ്ട് ഉണ്ട്, അതിന് നമ്മൾ ഇനിയും ടോപ്പ് ചെയ്ത് കൂട്ടും. അപ്പോൾ അത്രയും അവൻ്റെ വിഷ് ലിസ്റ്റിൽ ഇനിയിപ്പോൾ ഈ ഒരു അറേഞ്ചിലുള്ള ഡയമണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവനക്ക് ഇനിയും ടോപ്പ് ചെയ്തിട്ട് അവനക്ക് എത്ര ഡയമണ്ടിൻ്റെ വിഷ് ലിസ്റ്റാണ് എടുക്കണം ആ ഒരു അയച്ചു കൊടുക്കും ഗൈസ്. മൊത്തം അയച്ചു കൊടുക്കില്ലേ എന്ന് ഒരൈറ്റാണ്. നമ്മളെന്തായാലും ഡയമണ്ട് കുറഞ്ഞാണ് എടുക്കാം, നിങ്ങളെന്തായാലും ഡയമണ്ട് കുറഞ്ഞൊക്കെ എടുത്തിട്ടോ. അപ്പോൾ എന്തായാലും ഈ ബ്രോനെ ഞാൻ പിടിച്ചേ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് കളയാൻ എന്തായാലും വരട്ടെ, നമുക്ക് എന്തായാലും പിന്നെ നോക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും ഇതേപോലത്തെ ചാൻസ് ഒക്കെ കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി വരുന്ന വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടോയെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടോട്ടെ വേഗം. ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.